എയിംസ് കേരളത്തിൽ വരുന്നത് കൊണ്ട് കേരളത്തിലുണ്ടാവുന്ന നേട്ടം എന്താണ് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ ലഭിക്കുന്നതിന് അപ്പുറത്തുള്ള ചികിത്സകൾ തികച്ചും സൗജന്യമായിട്ട് കിട്ടും. പക്ഷേ അത് മോശമായിട്ട് വരുന്ന ആർക്കാണ്? ഇവിടെയുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റുകൾക്കാണോ? അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റുകളാണെന്നേ. ഈ സ്വകാര്യ മെഡിക്കൽ മാനേജ്മെൻറ്റുകൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് കേരളത്തിലെ UDF എംപിമാർക്കോ BJP എംപിമാർക്കോ ഒന്നും സാധിക്കുന്നില്ല. ഈ എയിംസ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ തന്നെ വിചാരിക്കും. നമസ്കാരം. ഈ എയിംസ് വിവാദം വളരെ കത്തി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ശരിക്കും എന്തുകൊണ്ടാണ് എയിംസിനെ ചുറ്റിപ്പറ്റി ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാകുന്നത്? കാരണം മലയാളി എയിംസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിൽ വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എയിംസ് കേരളത്തിൽ വരുന്നത് കൊണ്ട് കേരളത്തിലുണ്ടാവുന്ന നേട്ടം എന്താണ് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. അതിനുശേഷമേ എന്തുകൊണ്ട് എയിംസ് കേരളത്തിൽ വരുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എന്താണ് ശരിക്കും എയിംസ്? എയിംസ് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇപ്പൊ എയിംസ് വരുന്നത് കൊണ്ട് മലയാളിക്ക് ഉണ്ടാവുന്ന നേട്ടം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജുകളുണ്ട്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുണ്ട്, അതോടൊപ്പം തന്നെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളുണ്ട്. ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ ലഭിക്കുന്നതിന് അപ്പുറത്തുള്ള ചികിത്സകൾ തികച്ചും സൗജന്യമായിട്ട് കിട്ടും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ മരുന്ന് ഫ്രീ ആണ്, അവിടുത്തെ റൂമുകൾ ഫ്രീ ആണ്, ചികിത്സ ഫ്രീ ആണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ചില നന്മകൾ പൊതുജനത്തിനുണ്ടാവും. പക്ഷേ അത് മോശമായിട്ട് വരുന്ന ആർക്കാണ്? ഇവിടെയുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റുകൾക്കാണോ? പിന്നെ രണ്ടാമത്, കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും സ്വകാര്യ ആശുപത്രികളിലുമൊക്കെ നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും ഒക്കെ ലഭിക്കുന്ന ശമ്പളം എത്രയാണെന്ന് നമുക്കറിയാം. വളരെ ശുഷ്കമായ ശമ്പളമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എയിംസിലെ ജീവനക്കാർക്ക് ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് വളരെ വലുതാണ്, ഹൈ പെയ്ഡ് ആണ് അവിടെ. അത് കൂടാതെ തന്നെ ഇപ്പൊ കൊറോണ വൈറസ്, നിപ്പ വൈറസ്, ഇങ്ങനെയുള്ള ഒരുപാട് വൈറസ് ഒക്കെ പല പല സമയങ്ങളിലൊക്കെ കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ സമയങ്ങളിലൊക്കെ ഇങ്ങനെ വരുന്ന ഒരു പുതിയൊരു രോഗം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരു രോഗം ആണെന്ന് വരിക. അതിനവർ റിസർച്ചിന് വേണ്ടി എടുക്കും. ഈ രോഗിയുടെ മുഴുവൻ ചികിത്സാ ചെലവുകളും ഉൾപ്പെടെ ആ രോഗം എങ്ങനെ എന്ന് റിസർച്ച് ചെയ്യാനായിട്ടും അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനും ആർക്ക് സാധിക്കും? എയിംസിന് സാധിക്കും. അപ്പോൾ തികച്ചും സൗജന്യമായ ഒരു ചികിത്സാ സൗകര്യം ലഭ്യമാവുകയാണ് എയിംസ് കേരളത്തിൽ വരുന്നതോടുകൂടി. അതോടൊപ്പം തന്നെ മികച്ച ശമ്പളം ഇവിടുത്തെ നഴ്സുമാർക്കും ഡോക്ടർമാർക്കും അറ്റൻഡന്റ്മാർക്കും ഒക്കെ കിട്ടും. അവിടെ എല്ലാ സ്റ്റാഫുകൾക്കും വലിയ രീതിയിലുള്ള ശമ്പളമായിരിക്കും ലഭിക്കുക. ഇതൊക്കെ കാണുമ്പോൾ എയിംസ് കേരളത്തിൽ വരാനായിട്ട് ആരെങ്കിലും സമ്മതിക്കുമോ? കേരളത്തിലെ പൊതുജനങ്ങൾ എയിംസ് കേരളത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റുകളാണെന്നേ. ഈ സ്വകാര്യ മെഡിക്കൽ മാനേജ്മെൻറ്റുകൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് കേരളത്തിലെ UDF എംപിമാർക്കോ BJP എംപിമാർക്കോ ഒന്നും സാധിക്കുന്നില്ല. ഇതിൽ കുറച്ചെങ്കിലുമൊക്കെ മുമ്പോട്ട് പോയിട്ടുള്ളത് ഈ ഇടതുപക്ഷ സർക്കാരാണ്. അവരിപ്പോൾ കോഴിക്കോട് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അവിടെയുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകൾ എതിരാണ്. അവരുടെ ശക്തമായ എതിർപ്പിനെ മറികടക്കാനായിട്ട് ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചാൽ ഇവിടെ എയിംസ് വരും. കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു MP ഇന്ന് വരെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് എയിംസ് തരണം എന്ന് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടോ? അതല്ല എങ്കിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന എയിംസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും സമരം കേരളത്തിലെ UDF BJP നടത്തിയിട്ടുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിന് കാരണം എന്താണ്? ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിൽ എത്രയോ മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ട്. ജൂബിലി മിഷൻ ഉൾപ്പെടെ ഒരുപാട് മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ട്. അതിന്റെ ലിസ്റ്റ് മൊത്തം നമ്മളുടെ അടുത്തുണ്ട്. തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ എത്ര മെഡിക്കൽ കോളേജ് ഉണ്ട്? ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ്, അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ട്രാവൻകൂർ, പുഷ്പഗിരി, മലബാർ, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട്, ജൂബിലി മിഷൻ, കരുണ മെഡിക്കൽ കോളേജ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മെഡിക്കൽ കോളേജുകളുണ്ട്. അതായത് ബ്ലേഡ് മുതലാളിമാർ തുടങ്ങി സഭാ നേതാക്കന്മാർ തുടങ്ങി എല്ലാവർക്കും ഇഷ്ടം പോലെ മെഡിക്കൽ കോളേജുകളാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. എന്തുകൊണ്ടാണ് VS ശിവകുമാർ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത്, അന്ന് UPA സർക്കാരാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നതും, 2012 കാലഘട്ടത്തിലൊക്കെ എയിംസുകൾ മറ്റ് സംസ്ഥാനത്തേക്ക് വ്യാപിപ്പിക്കുന്നതിന് തുടക്കം കുറിച്ച സമയമാണ്. ആ സമയത്ത് HMTയുടെ സ്ഥലത്ത് എയിംസ് കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ വളരെ ഗൗരവകരമായിട്ട് നടന്നിരുന്നു. എന്തുകൊണ്ടാണ് എയിംസ് വരാതിരുന്നത്? സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആണ്, കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആണ്. ഒറ്റ കാരണമേ ഉള്ളൂ, ഇവിടുത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകൾ. അന്ന് എറണാകുളത്ത് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് വന്നു എന്ന് വിചാരിക്കുക, രാജഗിരി അത് ബാധിക്കും, ലിസി ഹോസ്പിറ്റലിനെ അത് ബാധിക്കും, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അത് ബാധിക്കും, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അത് ബാധിക്കും, അതോടൊപ്പം തന്നെ ആസ്റ്റർ മെഡിസിറ്റിയെ ബാധിക്കും,
ലക്ഷോർ ഹോസ്പിറ്റലിനെ ബാധിക്കും, കിൻഡർ ഹോസ്പിറ്റലിനെ ബാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള ആശുപത്രികളെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു പദ്ധതിയിൽ നിന്ന് UDF സർക്കാർ പിന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പൊ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ഈ മെഡിക്കൽ കോളേജ് ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറയുന്നുണ്ട്. അതിന് കാരണം എന്താണെന്നറിയോ? പിന്നോക്ക ജില്ലയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, പിന്നോക്ക ജില്ലയുടെ ഒന്നും പറയണ്ട. അദ്ദേഹത്തിന് കൃത്യമായ ഒരു താക്കീത് തൃശ്ശൂർ രൂപതയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ഇങ്ങനെ ഒരു എയിംസുമായിട്ട് താങ്കൾ തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കൾ അടുത്ത തവണ ലോക്സഭ കാണില്ല എന്ന ഒരു വാണിങ് പലരും കാണില്ലല്ലോ എന്നൊരു വാണിങ് സുരേഷ് ഗോപി കൊടുത്തിട്ടുണ്ടെന്നേ. ആ വാണിങ് കൊണ്ടാണ് ഇദ്ദേഹം ഇപ്പൊ ആലപ്പുഴയിൽ എയിംസ് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് കാരണം. ഈ ആലപ്പുഴയിൽ ഈ എയിംസ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആർക്കും ദോഷമില്ല. അവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള മെഡിക്കൽ കോളേജുകൾ തിരുവനന്തപുരത്തേക്കാണ് പിന്നെയുള്ള മെഡിക്കൽ കോളേജുകൾ വരുന്നത്. അപ്പോൾ ഒരു പ്രശ്നരഹിതമായിട്ടുള്ള ഒരു സ്ഥലം, ഒരു ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ കാസർഗോഡ് കടന്ന് BJPയുടെ ഒരു ജില്ലാ പ്രസിഡന്റ് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം പ്ലാൻഡ് ആണ്, ഇതെല്ലാം പ്ലാൻഡ് ഓപ്പറേഷൻസ് ആണ്. അത് BJPയുടെ ലേബലിലേക്ക് ഇത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ വിചാരിച്ചെന്താണെന്ന് അറിയോ? കാരണം ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ കുറച്ച് കൂടുതൽ വോട്ട് വാങ്ങിച്ചു. അതുകൊണ്ട് തൃശ്ശൂർ അടുത്ത തവണ എങ്കിലും മത്സരിച്ചാൽ എങ്ങനെയാണ് തോക്കുമെന്നറിയാം. അതുകൊണ്ട് ആലപ്പുഴ ലക്ഷ്യം വെച്ചാണ് സുരേഷ് ഗോപി ഇതിലേക്കൊക്കെ നീങ്ങുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ യഥാർത്ഥ കാര്യം ഇതാണ്. തൃശ്ശൂർ രൂപതയുടെ കൃത്യമായ ഒരു ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരു വാണിംഗ് തൃശ്ശൂർ രൂപതയിൽ നിന്ന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂര് എയിംസ് വരാതെ അത് ആലപ്പുഴയിലേക്ക് വരണം എന്ന് സുരേഷ് ഗോപി പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം. ഇതിവിടെ മാത്രമല്ലെന്നേ, കേരളത്തിലെ പല രൂപതകളും ഇപ്പോൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉൾപ്പെടെ ഉള്ളത് എറണാകുളത്താണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള പല സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകളുടെയും ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ടാണ് എയിംസ് ഇവിടെ വരാതിരിക്കുന്നത്. ഈ എയിംസ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ തന്നെ വിചാരിക്കണം. വേറെ ഏത് സർക്കാർ വിചാരിച്ചിട്ടും കാര്യമില്ല. കാരണം ഇപ്പോൾ യു ഡി എഫിന്റെ ഇത്രയും MP-മാർ 18ഓളം ലോക്സഭ MP-മാർ പാർലമെന്റിലുണ്ട്. ഒരാളെങ്കിലും ഇതിനു വേണ്ടിയിട്ട് വാദിച്ചിട്ടുണ്ടോ? മുസ്ലിം ലീഗിന് വാദിക്കാൻ വേണ്ടി പറ്റുമോ? മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കന്മാർക്ക് പാർട്ണർഷിപ്പുള്ള മെഡിക്കൽ കോളേജുകൾ കേരളത്തിലില്ലേ? VS ശിവകുമാർ എന്നുകൊണ്ടുള്ള HMTയുടെ മെഡിക്കൽ കോളേജ് വരുന്ന പ്രൊജക്റ്റിൽ നിന്ന് പിൻവാങ്ങിയത് എന്ന് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോഴത്തേക്ക് അതിലൊക്കെ ചീഞ്ഞു നാറുന്ന അഴിമതിയുടെ കഥകൾ കിട്ടും. നമുക്ക് അതിന്റെ വിവരങ്ങൾ നമുക്ക് കിട്ടുമെന്നേ. സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകൾ പലർക്കും കൊടുത്തിട്ടുള്ള കൈക്കൂലി എത്ര കോടികളാണെന്നറിയോ? ഇതൊന്നും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അറിയുന്നില്ല. ഒരു പൊതുജന സമരമാണ് ഇവിടെ ഉയർന്നു വരേണ്ടത്. കാരണം സാധാരണക്കാരന് സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന എയിംസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ UDF ആണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിസ്സാര കാര്യമാണോ? ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ സ്ഥാപനം നഷ്ടത്തിലേക്ക് പോകും എന്ന് കരുതി ഇവിടുത്തെ സാധാരണക്കാരന് ലഭിക്കാവുന്ന സൗജന്യ ചികിത്സ ഇല്ലാതാക്കുന്നത് ആരാണെങ്കിലും അവരെ ഈ നാട്ടിൽ നിന്ന് തന്നെ ആട്ടിപ്പായിക്കേണ്ടതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എയിംസിന് വേണ്ടിയിട്ട് 150 ഏക്കർ സ്ഥലം ഈ സർക്കാർ ഏറ്റെടുത്ത് കോഴിക്കോട് നൽകിയിട്ടുണ്ട്, കിനാലൂരിൽ വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്രൊസീഡ് ചെയ്യാത്തതെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ. സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ആർജവത്തോടുകൂടി സർക്കാർ ഈ എയിംസിനെ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറായിട്ടില്ല എങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യമൊക്കെ കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങും. അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് ചില ആളുകളുടെയൊക്കെ അന്ത്യവും തുടങ്ങുമെന്ന് മനസ്സിലാക്കണം. ഈ എയിംസിന് വരാൻ വേണ്ടി ഇത്ര ഡിലേ എന്താണ്? സാങ്കേതിക പ്രശ്നം എന്താണ്? ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടിന് DPR-നെ കുറിച്ചൊക്കെയാണ്. ഇതൊക്കെ കഴിഞ്ഞതല്ലേ? എയിംസ് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ വരുന്നതിനേക്കാൾ വലുതാണിത്. പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ പറ്റും. എത്ര റിസർച്ച് ഓപ്പർച്യൂണിറ്റി കേരളത്തിൽ നിന്നുള്ള ആളുകൾക്ക് ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട എത്ര തൊഴിലവസരങ്ങൾ ഉണ്ടാവും. ഈ കടക്കണിയിൽ കഴിയുന്ന വിദേശത്തേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹെൽത്ത് കെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമാകത്തില്ലേ? അപ്പോഴാണ് ഒരാൾ പറയുന്നത് കാസർഗോഡ് എയിംസ് വേണമെന്ന്. ഇത് തർക്കങ്ങൾ സൃഷ്ടിക്കുക. ഒരാൾ കാസർഗോഡ് എന്ന് പറയും, വേറൊരാൾ ആലപ്പുഴ എന്ന് പറയും, വേറൊരാൾ തിരുവനന്തപുരം എന്ന് പറയും. അപ്പം ജനങ്ങളുമായ പൊട്ടന്മാരെന്ത് വിചാരിക്കും? ഇവർ നേതാക്കന്മാർ തമ്മിലുള്ള ഒരു പിടിവലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഡ്രാമയാണ്. സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് ഇവരുടെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ കേരളത്തിലെ BJP നേതാക്കന്മാരെയും UDF MP-മാരെയും അവർക്ക് വലിയ രീതിയിലുള്ള ഫണ്ടിങ് നടന്നിട്ടുണ്ട് സ്വകാര്യ മെഡിക്കൽ മാനേജ്മെന്റുകളിൽ നിന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ നിശബ്ദരായിട്ടിരിക്കുന്നത്. UDF MP-മാർ ലോക്സഭയിൽ നിശബ്ദരായിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ BJPയുടെ MP-മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടത്തുന്നതും ഈ സ്വകാര്യ മാനേജ്മെന്റുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് തന്നെയാണ്. ഇന്നലെ JP നദ്ദ തിരുവനന്തപുരത്ത് വെച്ച് കേരളത്തിലെ BJP നേതാക്കന്മാരോട് ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എയിംസ് എവിടെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്കറിയാം,
ഞങ്ങൾ തീരുമാനിച്ചുകൊള്ളാം സ്ഥലം, നിങ്ങൾ അവിടെ വേണം ഇവിടെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് BJP നാണം കെടുത്തരുത് എന്നുള്ളൊരു താക്കീത് നൽകിയിട്ടുണ്ടെന്നേ. ഇനി സംസ്ഥാന സർക്കാരും കൂടി ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ ഈ എയിംസ് ഇവിടെ യാഥാർത്ഥ്യമാകും. എയിംസ് കേരളത്തിന്റെ ഒരു ആവശ്യമാണ്. കാരണം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ പോലെ തന്നെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന എയിംസ് ഇവിടെ വരുന്നത്, എയിംസിനെ കുറിച്ച് മലയാളികൾ കൂടുതൽ ബോധവാന്മാരാവേണ്ടതുണ്ട്. എയിംസിൽ ലഭിക്കുന്ന ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ 5 സ്റ്റാർ ഹോസ്പിറ്റലുകളിൽ ലഭിക്കുന്ന അതേ സേവനങ്ങൾ നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുകയാണ്. ഇവിടുത്തെ സാധാരണക്കാരന് ഓപ്പറേഷൻസ് ഉൾപ്പെടെയുള്ളത്, ഹാർട്ട് ഓപ്പറേഷൻ, എന്ത് ഓപ്പറേഷൻ ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം അവിടെ ലഭിക്കുകയാണ്. മികച്ച സേവനങ്ങൾ, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സേവനങ്ങൾ, ഇതൊക്കെ നമുക്കിവിടെ ലഭിക്കുന്ന സമയത്ത് ആ എയിംസ് ഇവിടെ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഇവിടുത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റിന് അടിമപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ BJPയും UDF എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇനി സംസ്ഥാന സർക്കാർ ഈ എയിംസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിലേ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരും ഈ സർക്കാരും എയിംസിന് തടസ്സമായിട്ട് നിൽക്കുന്നുവെന്ന്. എയിംസ് വരട്ടെ, എയിംസ് വരുന്നതിന് എന്താണ് പ്രശ്നമുള്ളത്? ഇവിടുത്തെ ഈ കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്ത സാധാരണക്കാരന് മികച്ച ചികിത്സ ലഭ്യമാക്കേണ്ടത് ഇവിടുത്തെ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമല്ലേ? ഒരാൾ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി കഴിഞ്ഞാൽ തൻ്റെ കുടുംബം വെക്കേണ്ട ഗതികേടില്ലേ കേരളത്തിലെ മനുഷ്യർക്ക്? അപ്പോൾ ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവത്തില്ലേ? കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും സൗജന്യമായി ലഭിക്കേണ്ടുന്ന സേവനം, ആ സേവനത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കുറച്ചെങ്കിലുമൊക്കെ ഉത്തരവാദിത്തം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി അടുത്ത സമരം നിങ്ങൾ നടത്തേണ്ടത് എയിംസിന് വേണ്ടിയിട്ടാണ്. UDFന് ധൈര്യമുണ്ടോ സമരം നടത്താനായിട്ട്? എയിംസ് കേരളത്തിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ട് BJPക്ക് ധൈര്യമുണ്ടോ ശക്തമായിട്ട് എയിംസ് കേരളത്തിൽ വരണം എന്നാവശ്യപ്പെടാനായിട്ട്? കേരളത്തിൽ എവിടെയും വന്നോട്ടെ, ആലപ്പുഴയിലോ തൃശ്ശൂരോ കോഴിക്കോടോ തിരുവനന്തപുരത്തോ എവിടെ വേണമെങ്കിലും വന്നോട്ടെ. അതിനുള്ളൊരു ആർജവം UDFനോ ഈ പറഞ്ഞ BJPക്കോ ഉണ്ടോ? സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട് ഇപ്പോൾ വരുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഡിലേ ഈ ഒരു കാര്യത്തിലുണ്ടോ? സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്തിട്ടില്ലേ? ഇതൊക്കെ നമുക്ക് വിവരാവകാശ പ്രകാരം രേഖകൾ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് കൃത്യവും വ്യക്തവുമായിട്ട് പറയാൻ പറ്റും. സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റിന്റെ കയ്യിലെ പണത്തിന്റെ കൊഴുപ്പിന് മുമ്പിൽ കുമ്പിട്ട് നിൽക്കുകയാണ് കേരളത്തിലെ UDF MPമാരും അതോടൊപ്പം തന്നെ BJP നേതാക്കന്മാരും എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. എയിംസ് കേരളത്തിൻ്റെ ഒരു ആവശ്യമാണ്. കേരളത്തിലെ സാധാരണക്കാരന് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ജനങ്ങൾ കുറച്ചുകൂടെയൊക്കെ ബോധവാന്മാരാകണം. എയിംസിന്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കണം. പൊതുപ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും എയിംസ് എന്താണെന്ന് പൊതുജനത്തോട് പറഞ്ഞു മനസ്സിലാക്കണം. ഈ ഒരു ആവശ്യം ഒരു ജനകീയ വിഷയമായിട്ട് ഇത് ഉയർന്നു വരണം. എന്നാൽ മാത്രമേ കേരളത്തിൽ എയിംസ് വരികയുള്ളൂ. അതല്ല എങ്കിൽ എയിംസ് ഒരു സ്വപ്നമായിട്ട് ഇവിടെ അവശേഷിക്കും. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണത്തിലെത്താൻ വേണ്ടിയിട്ട് എയിംസ് കൊണ്ടുവരും എന്ന് പറയും. ഭരണം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എയിംസ് കൊണ്ടുവരാമെന്ന് പറയും. അതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായിട്ട് ഇവിടെ അവശേഷിക്കുക മാത്രമായിരിക്കും ചെയ്യുക. ശക്തമായ നിലപാട് സ്വീകരിക്കുവാൻ നട്ടലുള്ള MPമാരെ വേണം അടുത്ത പ്രാവശ്യമെങ്കിലും നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് എന്നാണ് പറയാനുള്ളത്. ഏതൊക്കെയാലും എയിംസ് വരാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ബോധവാന്മാരായി എയിംസ് തങ്ങളുടെ അവകാശമാണ്, ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ കേരളത്തിൽ എയിംസ് വരത്തുള്ളൂ. അതല്ല എങ്കിൽ സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകൾക്ക് മുമ്പിൽ പോയി കുമ്പിട്ട് നിൽക്കുക മാത്രമായിരിക്കും കേരളത്തിലെ ഈ പറഞ്ഞ UDFും BJPയും ഒക്കെ ചെയ്യുക എന്നാണ് പറയാനുള്ളത്.